ഈ കാണുന്ന ഈ റെസിപ്പി ഉണ്ടോ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതൊരു ഗൾഫ് സ്റ്റൈല് യിപ്പി നൂഡിൽസ് ആണ്. നമുക്ക് വിശന്ന് വലഞ്ഞിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതിന് വേണ്ടത് ഒരു തക്കാളി, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, അതുപോലെ പച്ചമുളക്, സവാള. ഇതൊക്കെ ക്വാണ്ടിറ്റി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇത് യിപ്പി നൂഡിൽസാണ് എടുത്തേക്കുന്നത്. ആദ്യം ഒരു പാത്രം ചൂടായിട്ട് അതിൽ എണ്ണ ഒഴിക്കുക, അതിലേക്ക് കടുക് ഇടുക. അപ്പോൾ തന്നെ അപ്പുറത്തൊരു പാത്രം വെച്ചിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. അടുക്കളയുടെ കോലമൊന്നും നോക്കരുത്, വിശക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കി തരുന്ന ഒരു സാധനമാണിത്. മഴ ആയതുകൊണ്ട് തന്നെ ഒരു കൊതി. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് സവാളയും ക്യാരറ്റും ആദ്യം നമ്മളിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അതൊന്ന് വഴണ്ട് വരാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ മസാലയിൽ ഉപ്പുണ്ടെങ്കിൽ കൂടിയും നമ്മളിപ്പോൾ ചേർക്കുന്ന സാധനങ്ങൾക്കെല്ലാം ഉപ്പ് വേണമല്ലോ. അപ്പോൾ നമ്മുടെ ഉപ്പ് ബാലൻസ് ആവും. അതുപോലെ തന്നെ പെട്ടെന്ന് വഴണ്ട് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ അതൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യും. നമ്മൾ നേരത്തെ നമ്മുടെ പച്ചമുളക് കൂടി നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടാകും, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഇട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ തക്കാളി കൂടി ആഡ് ചെയ്യും. തക്കാളി ഏറ്റവും ലാസ്റ്റാണ് ഇടുന്നത്, കാരണം അത് പെട്ടെന്ന് വഴണ്ട് വരും. ഇതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളം അതിലേക്ക് ആഡ് ചെയ്യുക. അതിലേക്ക് നമ്മുടെ യിപ്പി നൂഡിൽസ് ഇടുക. തിളപ്പിച്ച് വെള്ളം ചേർക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചവെള്ളമാണ് ഇതിൽ ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ യിപ്പി അങ്ങ് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം ഈ വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതങ്ങ് മാവ് പോലെയാവും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിളപ്പിച്ച വെള്ളം ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് പാക്കറ്റിൽ കിട്ടുന്ന മസാല കൂടി ഇടുക. കാരണം നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല, ആ പാക്കറ്റിലെ മസാല തന്നെയാണ് ചേർക്കുന്നത്. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഒന്ന് വറ്റുമ്പോൾ അതിലേക്ക് നമ്മൾ 2 മുട്ട ആഡ് ചെയ്യുകയാണ്. മുട്ട ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഇല്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. എനിക്ക് മുട്ട കൂടി ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മുട്ടയും കൂടി വെന്ത് കഴിഞ്ഞ് അത് ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ യിപ്പി നൂഡിൽസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഉപ്പും എരിയും കാര്യങ്ങളും എല്ലാം കറക്റ്റായിരുന്നു. പോരാത്തതിൻ്റെ ടേസ്റ്റ് കൂടാൻ പപ്പയുടെ സ്നേഹം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കും. ബൈ.